ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ കാലമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോസൊക്കെ കാണാറുണ്ടോ? നിങ്ങൾ കുറേ കാലമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോ കണ്ടുവരുന്നവരും ഇപ്പോഴും കാണുന്നവരുമാണോ? എങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറേ കാലമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താണ്, അതിനെപ്പറ്റി ആ ഗ്രാമറിനെ പറ്റി തന്നെ ആലോചിച്ച് അങ്ങനെ നമ്മൾ വറീഡ് ആയിരിക്കും. ഓക്കെ. ഇൻ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് വറീഡ് ആവും നമ്മളിങ്ങനെ ഗ്രാമർ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ഗ്രാമർ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ. നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ വീഡിയോസ് കാണൽ കുറയ്ക്കുക. ഓക്കെ. ഗ്രാമർ വീഡിയോസ് കാണൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയം ഇപ്പം നിങ്ങൾ ഗ്രാമർ വീഡിയോ കണ്ടു ആ ഒരു സമയമില്ലേ, അത് നിങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി വേറൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വീഡിയോസ് കാണുക. ഓക്കെ. അപ്പോൾ ഗ്രാമർ വീഡിയോസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട. നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണും, കുറച്ചേശ്ശെ കൊണ്ടുവരാം. അതിനുശേഷം കൂടുതലായിട്ട് എന്താണ്, പതുക്കെ ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെഡ് ടോക്സോ അങ്ങനത്തെ മോട്ടിവേഷണൽ വീഡിയോസ് ഒന്നല്ല കാണേണ്ടത്. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഉള്ള ആൾക്കാർ അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ വീഡിയോസ് പറയില്ലേ, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ്, അവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യണ ലാംഗ്വേജ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ഭയങ്കര കടുകട്ടി വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അമേരിക്കൻ ബ്രിട്ടീഷിൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് വയ്ക്കുക. സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് നമുക്ക് കുറച്ച് കാണാം. അപ്പോൾ ഇങ്ങനെ കാണുന്നതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഗ്രാമർ വീഡിയോസ് കുറച്ചിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാവും. റിയൽ ലൈഫിൽ ആൾക്കാർ എങ്ങനെയാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു 30% 40% നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരെണ്ണം തന്നെ സെയിം ആൾക്കാരെ കാണാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ മിസ്റ്റർ എ, മിസ്സസ് ബി, മിസ് സി ഇവരൊക്കെ ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ, ഒരു ട്രാവലിംഗ് വീഡിയോ, ഒരു ഫാഷൻ വീഡിയോ, ഇതൊക്കെ ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ സെയിം ആൾക്കാരെ തന്നെ ഞാൻ കാണാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ സെയിം ആൾക്കാരെ കാണാൻ ശ്രമിക്കുമ്പോൾ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സെയിം ആൾക്കാരെ നമ്മൾ ലോങ് ടൈമിൽ കാണുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് അവർ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫ് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ കുറേ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെ എത്രത്തോളം നമ്മുടെ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുവോ, ഈ റിയൽ ലൈഫ് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ, അത്രത്തോളം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ സംസാരത്തിലും വരും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ അതേ സമയം ആദ്യം തന്നെ നമ്മുടെ ബ്രെയിനിക്ക് ഇൻപുട്ട് കിട്ടണമല്ലേ. ആദ്യം നമ്മൾക്ക് ഇൻപുട്ട് കിട്ടിയാലാണ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഇൻപുട്ട് എന്നുള്ളത് ഗ്രാമറുകളായിട്ടല്ല വേണ്ടത്, റിയൽ ലൈഫ് ഇംഗ്ലീഷ് ആയിട്ടാണ് നമുക്ക് ഇൻപുട്ട് വരേണ്ടത് അല്ലേ. നമ്മൾ ഗ്രാമർ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അതിനെപ്പറ്റി മാത്രം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഗ്രാമർ വീഡിയോസ് ഇടാത്തതിൻ്റെ വലിയ വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഈ ഗ്രാമർ വീഡിയോസ് എടുക്കണതിൻ്റെ ഇടയിൽ എനിക്ക് തന്നെ ബോറടിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നവരൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, അതുകൊണ്ടാണ് അധികം ഇടാത്തത്. ഞാൻ ഓൾറെഡി നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് പ്രൈവറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്, നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യം വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. ഓൾറെഡി നമ്മൾ ആവശ്യമുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് ഇതേപോലെ തന്നെ ഗ്രാമർ വീഡിയോസ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ റിയൽ ലൈഫിൽ ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. വളരെ എഫക്റ്റീവാണ്. കാരണം ഞാനും ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഓക്കെ. ഇങ്ങനെ ലൈക്ക് ഗ്രാമർ, ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത ക്ലാസ് ആണെങ്കിലും ശരി ഗ്രാമറിൻ്റെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ ഗ്രാമർ വീഡിയോസ് കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല. അതിനിടയിൽ ഇങ്ങനെ എന്ന് തുടങ്ങി ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ തുടങ്ങി. ആ സമയം തുടങ്ങിയാണ് എനിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. ഞാൻ സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ചില സ്പീക്കിംഗ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പേഴ്സണൽ ക്ലാസ് ആയിട്ട് എടുക്കുമ്പോഴാണെങ്കിൽ പോലും, ഇനിയിപ്പോൾ നിങ്ങൾ പേഴ്സണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇതേ ടെക്നിക്ക് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേൾക്കുക, അതിനുശേഷം സംസാരിക്കാൻ ശ്രമിക്കുക. ആരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ട്രെയിനറായിട്ടോ അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബ്രെയിനിക്ക് ഓൾറെഡി ഇൻപുട്ട് വരുമല്ലേ. അപ്പോൾ നമുക്ക് എത്രത്തോളം കൂടുതൽ നമുക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് അധികം മനസ്സിലാവില്ല അവർ പറയണത്. ഇപ്പോൾ അമേരിക്കൻസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബ്രിട്ടൻസൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ലോങ് ടേമിൽ കാണുമ്പോൾ എന്തായിരിക്കുംന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. ഇപ്പോൾ ആദ്യം 30% മനസ്സിലാവും. ഒരു 1 മന്ത്, 2 മന്ത്, 3 മന്ത് ഒക്കെ കഴിയുമ്പോൾ നമുക്കെന്താണ് ഒരു 30%, 40%, 50% ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ അത്രത്തോളം പെർസെൻറ്റേജ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നുവോ, അതിനനുസരിച്ച് ആ സ്ലൈറ്റ് ആയിട്ട് വേരിയേഷൻസ് നമ്മുടെ സംസാരത്തിൽ വരും. കൂടുതൽ ബട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് അല്ല, നമുക്ക് റാപ്പിഡ് ആയിട്ട് വരില്ല. ബട്ട് എന്താണ്, ഒരു 1% വെച്ചെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ, അപ്പോൾ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പക്ഷേ നിങ്ങൾ ഇതേപോലെ തന്നെ ഗ്രാമർ ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലൈക്ക് എത്ര ടൈം എടുത്താലും നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സംസാരിക്കുക എന്നുള്ളൊരു ഗോൾ നമുക്ക് ലൈക്ക് ഒരു ചാലഞ്ച് ഒന്നുമല്ല. ഓക്കെ, അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഗ്രാമർ ക്ലാസ്സുകളൊന്നും ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഇതുകൾ ലൈക്ക് റിയൽ ലൈഫ് ഇംഗ്ലീഷ് കാണാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് എന്താണ് സംസാരിക്കാൻ പറ്റുന്നത് 100% ഉറപ്പാണ്. ഓക്കെ, സോ ആർക്കും ഒരു സംശയം വേണ്ട. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊരു സംശയമൊന്നും വേണ്ട. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യാണ്ട് കൂടുതലും സംസാരിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ഇതുപോലെ വീഡിയോ കാണാൻ പറയും, പിന്നെ സംസാരിപ്പിക്കും. അതിന് ശേഷമാണ് നമ്മൾ ലൈക്ക് മിസ്റ്റേക്സിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് ഗ്രാമർ ടോപ്പിക്കാണ് അവർക്ക് സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ എടുത്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാമറിന് പ്രാധാന്യമുണ്ട്. ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. പക്ഷെ നമ്മളത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഓൺലൈനിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഒരുപാട് ഓക്കെ, ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് വ്യൂവേഴ്സിന് നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. പക്ഷെ എന്താണ്, നമ്മളിത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കാണൽ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രാമർ വീഡിയോസ് നമ്മൾ അധികം ഡിലേ ചാനൽ നമ്മളെന്തായിരിക്കും കൂടുതലായിട്ട് ഇതേപോലെ തന്നെ ടിപ്സും ട്രിക്സും ചില സമയത്ത് നമ്മൾ ഗ്രാമർ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷുകാരുടെ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോസൊക്കെ കയറിയിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ബ്രിട്ടനിലും അമേരിക്കയിലുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ കോഫി കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുന്ന സമയത്തോ ആ സമയത്തൊക്കെ നമുക്കെന്താണ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടിപ്പായിട്ട് കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.